ഹലോ ഗായ്സ്, അപ്പോഴത്തേ ഞാൻ നാട്ടിൽ വന്നായിരുന്നു പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസം. അപ്പം പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫസ്റ്റ് അപ്പച്ചൻ്റെ അടുത്ത് പോയി മെഴുതിരിയൊക്കെ കത്തിച്ചു. കുറേ നാളായി പോയി കണ്ടിട്ട്. അപ്പം ഫസ്റ്റ് അവിടെ പോയി അതിന് ശേഷം ഇതേ പള്ളിയിലോട്ട് പോകാണ്. ചെന്നപ്പോൾ കുർബാനയൊക്കെ കഴിയാറായിരുന്നു. ഞാൻ വന്നപ്പം ഭയങ്കര ക്ഷീണം കാണുന്ന വൈകിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പം കുർബാനയൊക്കെ തീരാറായി, റാസ ഇറങ്ങാറായിരുന്നു. പിന്നെ റാസയൊക്കെ കൂടാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. റാസ ഇറങ്ങി പോകുന്ന വഴിക്കല്ല മാതാവിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ച് നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പള്ളിയിലെ പെരുന്നാളൊന്നും കൂടാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം അന്ന് കൂടിയേക്കാന്ന് വിചാരിച്ചു. ഇനി അടുത്ത വർഷം ഇവിടെ ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ. പിന്നെ അടുത്തുള്ളൊരു കുഴിച്ചെടിയിലേക്കായിരുന്നു മറ്റേ പ്രദക്ഷിണം ഉണ്ടായിരുന്നത്. പിന്നെ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തിയപ്പം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ലൈറ്റിങ്ങൊക്കെ. പിന്നെ ഇത് തൊട്ടടുത്തൊരു സ്കൂളുണ്ട് നമ്മുടെ പള്ളിയുടെ തന്നെ. അപ്പോൾ ആ സ്കൂളിലെ പിള്ളേരുടെ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ കൊടിയിറക്കാണ്. കൊടിയിറക്ക് കഴിഞ്ഞ് കുറേ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊടിയിറക്ക് കണ്ടു. പിന്നെ അതിന് ശേഷം വെടിക്കെട്ടുണ്ടായിരുന്നു. കുറേ നേരം അത് നിന്ന് കണ്ടു. കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ നിന്നു കുറച്ച് നേരം. പിന്നെ പഴയ പോലെ അത്ര രസമൊന്നുമില്ല. പഴയ പോലെ നമ്മുടെ കമ്പനിക്കാരൊന്നും ഇല്ല, എല്ലാവരും പുറത്തൊക്കെ ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. ഭയങ്കര ശോകമായിരുന്നു. വെടിക്കെട്ട് കഴിഞ്ഞ് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ട് സൈഡ് ഒതുങ്ങി നിന്നു. അതിനുശേഷം ബാൻഡ് സെറ്റിന് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ട് കുറച്ച് നേരം നിന്ന ശേഷം നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരുടെ പിന്നെ പോയി ഒരു ജ്യൂസും വാങ്ങിച്ചു. ഇതേ ബജ്ജി, പെരുന്നാളിന് പോകുമ്പോൾ ബജ്ജി കഴിച്ചാലേ മോശമല്ലേ. അപ്പം നമ്മൾ ബജ്ജിയും വാങ്ങിച്ചു. പിന്നെ ഒരു കോമ്പിനേഷനും ഇല്ലാത്ത ഐസ്ക്രീമും വാങ്ങിച്ചു. ഏതെങ്കിലും മുലയ്ക്ക് പോയിരിക്കാൻ തോന്നി നമ്മൾ രണ്ടുകൂടെ പള്ളിയുടെ ഒരു സൈഡ് പറ്റി ഇങ്ങനെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പരിപാടി കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുള്ളതായിരുന്നു സ്കൂളിൽ. അപ്പം നമ്മൾ രണ്ടുകൂടെ പിന്നെ പള്ളിയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു, ലൈറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് രണ്ടുപേരോട് കുറച്ച് നേരം നിന്നു. പിന്നെ കഴിയുമ്പോൾ പരിപാടി തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. കോമഡി മാജിക് ഷോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു കേട്ടോ. പരിപാടി അടിപൊളിയായിരുന്നു. പുള്ളി നല്ലൊരു മാജിക് ചെയ്യും, നല്ലൊരു കോമഡി ചെയ്യും, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പരിപാടിയൊക്കെ കണ്ട് ഇനി വീട്ടിൽ പോകണം. വേറെ ഇത് കഴിഞ്ഞ് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ തന്നെ കുറേ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വീട്ടിൽ വന്നു. ഇനി ഇങ്ങനെയൊക്കെ കുളിച്ച് കിടന്ന് തുടങ്ങണം. അപ്പോൾ എത്ര ടാറ്റാ, ബൈ ബൈ.